മേനിക് സിംറ്റംസ് ഉള്ള ആളുകൾ വരുമ്പോൾ അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ അയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് 40 ലക്ഷം രൂപയിലധികം ചിലവാക്കി കഴിഞ്ഞു. അത് എന്തിന് ചിലവാക്കിയെന്ന് പുള്ളിക്ക് അറിയാലേ. പുള്ളി ബിസിനസ് ചെയ്തു എന്ന് പറയണം. എന്ത് ബിസിനസ്, എങ്ങനെ ഒന്നും അറിയാൻ പറയും. അതായത് ഈ ജസ്റ്റ് സ്പെൻഡ്. രണ്ട്, അദ്ദേഹം വീട്ടുകാരോട് ഒന്നുമുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് അങ്ങനെ അതിനിടയ്ക്ക് 3-4 വണ്ടി മേടിച്ചു. ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ സ്പെൻഡ് ചെയ്യുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ വലിയ വലിയ പ്ലാനും ഐഡിയയും ബിസിനസ് സംഗതികളും പറയുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ പെട്ടെന്ന് പ്രകോപിതനാവുക, ദേഷ്യം വരിക, വീട്ടുകാരോട് അബ്യൂസീവായിട്ട് പെരുമാറുക, അങ്ങനെ വയലൻസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ വയലൻസ് അല്ല, ഇമോഷണലി വയലന്റ് ആവുന്ന, ഒട്ടും റീസണബിൾ അല്ലാതെ യാത്ര ചെയ്യുക, ഒട്ടും റീസണബിൾ അല്ലാതെ ഫുഡ് കഴിക്കുക, ഒട്ടും റീസണബിൾ അല്ലാതെ എല്ലാവരോടും ഓവർ ഫെമിലിയറിറ്റി കാണിക്കുക, ഒട്ടും റാഷണൽ അല്ലാതെ ചാരിറ്റി വർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിലവിട്ട് പെരുമാറുന്ന ഒരവസ്ഥയാണ്. അത് ഈ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു ഉന്മാദ അവസ്ഥ, മേനിക് സിംറ്റംസ് ആണ്. അതാണ് അതിനുണ്ടായത്. ഭയങ്കര സന്തോഷവാനാണ്, ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, വീട്ടുകാരോട് ഭയങ്കര ഇറിറ്റബിൾ ആണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നങ്ങൾ. അപ്പം അത് ഒരു ഉന്മാദ രോഗത്തിലേക്കാണ് പോയത്. ഇപ്പം ഡി അഡിക്ഷൻ ആണ് വന്നതെങ്കിലും ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത് ഉന്മാദ രോഗത്തിനാണ്. അപ്പോൾ ഉന്മാദ രോഗം സെറ്റിലായി കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ഒക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം.